ഹലോ, എൽ പി സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ പാർട്ട് 3. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട്. അത് പല രീതിയിലാണ് ചോദിക്കുന്നത്. സംഭവം കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന സമഗ്രമായ വിദ്യാഭ്യാസ നവീകരണ രീതി, അതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കൂളുകളെ അന്തർദേശീയ തലത്തിലേക്ക്, ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ആരംഭിച്ചിട്ടുള്ളത് 2017 ജനുവരി 27 ചിലരോട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് KER എന്താണെന്നാണ്. കേരള എഡ്യൂക്കേഷൻ റൂൾസ്, KER. അത് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ദാറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അഡ്മിഷൻ, കരിക്കുലം, ടീച്ചർ ക്വാളിഫിക്കേഷൻ, സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ, ഡിസിപ്ലിൻ, കണ്ടക്ട്, ഇതെല്ലാം വരുന്ന കേരള എഡ്യൂക്കേഷൻ റൂൾ ആണ് KER എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചിലരോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. Operation Blackboard is a program in India that aimed to improve the quality of primary education. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണത്. അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് 1987 NEP-യുമായി ബന്ധപ്പെട്ടത്. NEP നമുക്കറിയാം 1986 ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ടു ഇൻക്രീസ് ദ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടു പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ക്ലാസ് റൂം, ടീച്ചിങ്, ലേണിംഗ് എയ്ഡ്സ്, ടോയ്ലറ്റ് എക്സെട്ര, അതൊക്കെ ഇതിൽ പെടുന്നതാണ്. ചിലരോട് ഡയറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. DIET, ഡയറ്റ്. അതിൻ്റെ ഫുൾ ഫോം ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് ദാറ്റ് സപ്പോർട്ട്സ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അത് അത്രയേ ഉള്ളൂ. എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് അക്കാഡമിക് സപ്പോർട്ട്, ക്വാളിറ്റി ഓഫ് സ്കൂൾസ് ആൻഡ് ടീച്ചിങ്, പിന്നെ കരിക്കുലം ഡെവലപ്മെൻറ്റ്, അതിൻ്റെ മെറ്റീരിയൽസ്, പിന്നെ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, അതൊക്കെയാണ് ഇത് വരുന്നത്. എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1986 മലപ്പുറത്തെ ഡയറ്റ് സെൻറ്റർ എവിടെയാണെന്ന് പലരോട് ചോദിച്ചിട്ടുണ്ട്. തിരൂരാണ് മലപ്പുറത്തെ ഡയറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പഠന ലക്ഷ്യവും പഠന നേട്ടവും തമ്മിലുള്ള വ്യത്യാസം. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലേണിംഗ് ഔട്ട്കം. ഇപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാട്ട് സ്റ്റുഡൻറ് ഷുഡ് ലേൺ, അവരെന്ത് പഠിക്കണം എന്നുള്ളതും. ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് വാട്ട് സ്റ്റുഡൻറ് ഷുഡ് ബി ഏബിൾ ടു ഡു, അവർ പഠനശേഷം അവരെ കൊണ്ട് സാധ്യമാകുന്നത് എന്ത്, അതാണ് പഠന നേട്ടം എന്ന് പറയുന്നത്. അവർക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പഠന നേട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സിന് സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ലിസ്റ്റ് 3 മെയിൻ കോമ്പണൻസ് ഓഫ് എ സെൽ, ഏബിൾ ടു ലിസ്റ്റ് ഔട്ട്. പക്ഷേ ലേണിംഗ് ഔട്ട്കം പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് കോംപ്രിഹെൻഷൻ ഓഫ് കോംപ്ലക്സ് ടെക്സ്റ്റ് ബൈ സമ്മറൈസിങ് കീ പോയിന്റ്സ്. അതായത് അത് പഠിച്ചു കഴിഞ്ഞ ശേഷം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു പഠിച്ച കാര്യം പ്രാവർത്തികമാക്കുക എന്ന് പറയില്ല നമ്മൾ. ഓൺ എക്സ്പീരിയൻസിലൂടെ അത് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ അത് നടത്തി കാണിക്കുക. ഇതൊക്കെ നമുക്ക് ലേണിംഗ് ഔട്ട്കമായിട്ട് പരിഗണിക്കാൻ സാധിക്കും. ഇനി പലരോട് ചോദിച്ചിട്ടുള്ള രസകരമായ ചോദ്യമാണ് കടങ്കഥയും പഴഞ്ചൊല്ലും തമ്മിലുള്ള വ്യത്യാസം. പ്രൊവേഴ്സ് ആൻഡ് റിഡിൽസ് അല്ലേ. ഇപ്പോൾ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഒരു കൺവേ വിസ്ഡം എന്ന് നമുക്ക് പറയാം അല്ലേ. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുള്ള, ഒരു അർത്ഥമുള്ള, മീനിങ് ഉള്ള ഒരു കാര്യം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രോവർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. റിഡിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് ഓൾ ഓവർ. ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് കടങ്കഥ ചോദിക്കുകയാണെങ്കിൽ പറയാം കായ്ക്കില്ല, പൂക്കില്ല, വെട്ടിയാൽ തളിർക്കും. എന്താണ് ആൻസർ? ഇപ്പോൾ പഴഞ്ചൊല്ലി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മിന്നുന്നതെല്ലാം പൊന്നല്ല.